ഗായ്സ്, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മുടെയൊക്കെ ലൈഫിൽ ഒരാൾ കാണും, നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ. എന്ന് വെച്ചാൽ നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. അവരുടെ സമയം കളഞ്ഞിട്ടാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്. അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. ബട്ട് ചിലവരുണ്ട്, എന്താണ്, അവർ ഈ സപ്പോർട്ട് ചെയ്യുന്നവർ പറയണവർ കേൾക്കും. ബട്ട് കുറച്ച് ദിവസം അതേപോലെ കൺസിസ്റ്റൻസ് ആയിട്ട് ചെയ്യും, പിന്നെ നിർത്തും. അവരവരുടെ കംഫോർട്ട് സോണിലായിരിക്കും. എന്ന് വെച്ചാൽ ഇനി സമയമുണ്ടല്ലോ, ചെയ്യാം ചെയ്യാം ചെയ്യാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ നീണ്ടു പോകും. ബട്ട് ആ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെന്ന് പറയുമ്പോഴത്തേക്കും കുറേ നമ്മൾ സപ്പോർട്ട് ചെയ്തു അവർക്ക് ഒരു ടൈം ആകുമ്പം അവർക്ക് തന്നെ തോന്നും, ഞാൻ ഇത്രയും കിടന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ. ബട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ ഒരാൾ എനിക്ക് ഞാൻ പറയേണ്ട അത്ര പോലും കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല. അവർക്ക് അങ്ങനെ ഒരു തോട്ട് വരും. പിന്നെ ആ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ആൾ നമ്മളെ ലൈഫിൽ നിൽക്കില്ല. അവർ പോയാൽ പിന്നെ നിൽക്കില്ല. ചിലവർക്ക് കിട്ടും സെക്കൻഡ് ചാൻസ്, അത് ഭയങ്കര ലക്കാണ്. പിന്നെ ആ പേഴ്സണെ വിടരുത്. അവർ പറയുന്നത് നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ, അല്ലെങ്കിൽ നമ്മൾ നല്ലതിനാണല്ലോ, അത് കേട്ട് ചെയ്യണം. ചിലവർക്ക് കിട്ടില്ല. ആ ഒരു പെയിൻ വല്ലാത്തൊരു പെയിനാണ്. പിന്നെ അവരുടെ ആ ടൈം, അല്ലെങ്കിൽ അവർ നമുക്ക് വേണ്ടി നിന്ന ആ സമയം, നമ്മളെന്ന് പറഞ്ഞ് നിന്ന ആ ടൈം, നമ്മളെ സപ്പോർട്ട് ചെയ്ത ടൈമൊന്നും പിന്നെ കിട്ടൂല. അത് വല്ലാത്തൊരു പെയിനാണ്. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അയാൾ പറഞ്ഞ കേട്ട് അതേപോലെ ഓരോന്ന് ചെയ്യാം. നിങ്ങളുടെ ലൈഫിൻ്റെ നല്ലത് വേണ്ടിയിട്ടാണല്ലോ അവർ പറയുന്നത്. സോ ഞാൻ പറയുന്നത് യോജിക്കുന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ്. ബൈ.